വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതിയേ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ആഞ്ജനേയായ നമഃ. ഓം നമഃ ശിവായ ശിവയേ നമഃ. ഓം നമോ നാരായണായ നമഃ. സ്വാമിയേ ശരണമയ്യപ്പോ. ഓം ശ്രീ ലളിതാംബികായൈ നമഃ. ഓം ശ്രീരാമചന്ദ്രായ നമഃ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന രാമായണ പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായിട്ടുള്ള 3-ാം ദിവസ പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ ഏവർക്കും സ്വാഗതം. അധ്യാത്മ രാമായണത്തിൽ ബാലകാണ്ഡത്തിൽ പുത്രകാമേഷ്ടി പാരായണം തുടരുന്നു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവ ആത്മാ രാമ ശ്രീരാമ രമാപതി. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പെങ്കിളിപ്പെണ്ണെ. ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ ദാനം വന്ദിച്ചു വന്ദ്യന്മാരെ. ശ്രീരാമസ്തുതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരി ഹരി. നമസ്തേ. 30 ദിവസം കൊണ്ട് തീർക്കുന്നതിന് വേണ്ടി നല്ല സ്പീഡിനാണ് വായിക്കുന്നത്, ക്ഷമിക്കണം. അമിത ഗുണവാനാം നൃപതി ദശരഥനമലൻ അയോധ്യാധിപതി ധർമാത്മാവീരൻ. അമരകുലവരതുല്യനാം സത്യപരാക്രമനങ്കജസമൻ കരുണാരത്നാകരൻ. കൗസല്യാദേവിയോടും ഭർതൃശുശ്രൂഷയ്ക്കേറ്റം കൗശല്യമേറിടും കൈകേയിയും സുമിത്രയും. ഭാര്യമാരിവരോടും ചേർന്നു മന്ത്രികളുമായി കാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം. പരിപാലിക്കും കാലമനപത്യത്വം കൊണ്ടു പരിതാപേന ഗുരുചരണാംബുജദ്വയം
വന്ദനം ചെയ്തു ചോദിച്ചിടിനാനെന്തു നല്ലൂ നന്ദനന്മാരുണ്ടാവാനെന്നരുൾ ചെയ്തിടണം. പുത്രന്മാരില്ലാകയാൽ എനിക്കു രാജ്യാദി സമ്പത്ത് സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും വരിഷ്ഠ തപോധനൻ വസിഷ്ഠൻ അതു കേട്ടു ചിരിച്ചു ദശരഥ നൃപനോടരുൾ ചെയ്തു. നിനക്കു 4 പുത്രന്മാരുണ്ടായി വരും, അതു നിനച്ചു ഖേദിക്കേണ്ട മനസ്സി നരപതേ. വൈകാതെ വരുത്തണം ഋഷ്യശൃംഖനെ ഇപ്പോൾ ചെയ്യുക നീ ഗുണനിധി പുത്രകാമേഷ്ടി കർമ്മം. തന്നുടെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈഭണ്ഡകൻ തന്നെയും വരുത്തിനാൻ. ശാലയം പണി ചെയ്തു സരയൂ തീരത്തിങ്കൽ ഭൂലോകപതിയാഗം ദീക്ഷിച്ചാനതു കാലം. അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥൻ വിശ്വനായകൻ അവതാരം ചെയ്വതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേഷ്ടി കർമ്മം ഋഷ്യശൃംഖനാൽ ചെയ്യപ്പെട്ടു രാഹൂതിയാലേ. വിശ്വദേവതാഗണം തൃപ്തരായതു നേരം ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ടത്തിൽ നിന്നു പൊങ്ങിനാൻ അഗ്നിദേവൻ. താവകം പുത്രീയമിപ്പായസം കൈക്കൊള്ളുക നീ ദേവനിർമ്മിതമെന്നു പറഞ്ഞു പാവകനും ഭൂപതി പ്രവരനു കൊടുത്തു മറഞ്ഞിതു. താപസാജ്ഞയാ പരിഗ്രഹിച്ചു നൃപതിയും ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം. ദക്ഷണാം ദശരഥൻ ദക്ഷണം പ്രീതിയോടെ കൗസല്യാദേവി കർത്തം കൊടുത്തു നൃപവരൻ. ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം. ദക്ഷണാം ദശരഥൻ ദക്ഷണം പ്രീതിയോടെ കൗസല്യാദേവി കർത്തം കൊടുത്തു നൃപവരൻ. ശൈഥില്യാത്മനാ പാതി നൽകിനാൻ കൈകേയിക്കും. അന്നേരം സുമിത്രയ്ക്കും കൗസല്യാദേവി ദാനം തന്നുടെ പാതി കൊടുത്തിടിനാൾ മടിയാതെ. എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേയിയും മന്നവനതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം. തൽപ്രജകൾക്കു പരമാനന്ദം വരുമാറ് ഗർഭവും ധരിച്ചതു മൂവരുമതുകാലം. അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ. ഗർഭരക്ഷാർത്ഥം ജപഹോമാദി കർമ്മങ്ങളും ഉൽപ്പലാക്ഷികൾക്കനുവാസരം ക്രമത്താലേ. ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരുന്തോറും ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും. തൽപ്രണയനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാതി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞതു സന്താപം. ദിനം തോറും അല്പഭാഷണ്യമാർക്കും വർത്തിച്ചു തേജസേറ്റം. സീമന്ത പുംസവനാദിക്രിയകളും ചെയ്തു കാമാന്തദാനങ്ങളും ചെയ്തിതു നരവരൻ. നമസ്തേ. ബാലകണ്ഡത്തിൽ ശ്രീരാമാവതാരം. ഗർഭവും പരിപൂർണമായി ചമഞ്ഞതു കാലമർഭകന്മാരും 4 പിറന്നാനുടൻ. ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതൻ അയോധ്യയിൽ
കൗസല്യാത്മജനായ നക്ഷത്രം പുനർവസു നവമിയല്ലൂ തിഥി നക്ഷത്ര അധിപനോടുകൂടവേ ബൃഹസ്പതി കർക്കടകത്തിൽ അത്യുച്ചസ്ഥിതനായിട്ടല്ലോ അർക്കനും അത്യുച്ചസ്ഥനുദയം കർക്കടകം അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മേനത്തിലും വക്രന് മുച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ ദിക്കുകളൊക്കെ പ്രസാദിച്ചതു ദേവകളും പെറ്റതു കൈകേകിയും പുഷ്യ നക്ഷത്രം കൊണ്ടേ പിറ്റേന്നാൾ സുമിത്രയും പെറ്റതു പുത്രദ്വയം ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗദീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നുടെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യയ്ക്കും സഹസ്ര കിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധമൊടിച്ചേരുന്നതുപോലെ സഹസ്രപത്രോത്ഭവ നാരദ സനകാദി സഹസ്ര നേത്ര മുഖ വിബുധേന്ദ്രന്മാരാലും വന്ധ്യമായൊരു പൂരു നിർമ്മല മകുടവും സുന്ദര ചിഗരവും അളക സുഷമയും കാരുണ്യാമൃതാരസ സമ്പൂർണ നയനവും മാരണ്യാംബര പരിശോഭിത ജഗനവും ശംഖചക്രാബ്ജാഗത ശോഭിത ഭുജങ്ങളും ശംഖസന്നിഭകളരാജിത കൗസ്തുഭവും ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിവാനായി വ്യക്തമായൊരു പൂരു പാവന ശ്രീവത്സവം കുണ്ടലമുക്താകാര കാഞ്ചി നൂപുരമുഖമണ്ഡനങ്ങളും ഇന്ദുമണ്ഡലവദനവും പണ്ടു ലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജവും കണ്ടുണ്ടായൊരു പരമാനന്ദത്തോടും മോക്ഷധനായ ജഗത് സാക്ഷിയാം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗസല്യാദേവിതാനും വന്ദിച്ചു തെരുതെരെ സ്തുതിച്ചു തുടങ്ങിനാൾ. നമസ്തേ. ബാലകണ്ഠത്തിൽ കൗസല്യസ്തുതി. നമസ്തേ ദേവദേവ ശംഖചക്രാബ്ജാധര നമസ്തേ വാസുദേവ മധുസൂദന ഹരേ നമസ്തേ നാരായണ നമസ്തേ നരകാരേ സമസ്തേശ്വര ശൗരി നമസ്തേ ജഗൽപദേ. നിന്തിരുവടി മായാദേവിയെ കൊണ്ടു വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു. സത്വാദി ഗുണത്രയമാശ്രയിച്ചെന്തിനിതെന്നുത്തമന്മാർക്ക് പോലും അറിയാൻ വേലയത്രേ. പരമൻ പരാപരൻ പരബ്രഹ്മജ്ഞൻ പരൻ പരമാത്മാവോ പരൻ പുരുഷൻ പരിപൂർണൻ അച്യുതൻ അനന്തൻ അവ്യക്തൻ അവ്യയനേകൻ നിശ്ചലൻ നിരുപമൻ നിർവാണപ്രദൻ നിത്യൻ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാദേവൻ നിർമ്മമൻ നിരാകുലൻ നിരഹങ്കാരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നീതിമാൻ നിഷ്കൽമഷൻ നിർഗുണൻ നിഗമാന്ത വാക്യാർത്ഥ വേദ്യൻ നാഥൻ നിഷ്ക്രിയൻ നിരാകാരം നിർജ്ജര നിഷേവിതൻ നിഷ്കാമൻ നിയമിനാം ഹൃദയ നിലയനൻ
അദ്വയനജനമൃതാനന്ദൻ നാരായണൻ വിദ്വന്മാനസ പത്മ മധുപൻ മധുവൈരീ സത്യജ്ഞാനാത്മാ സമസ്തേശ്വരൻ സനാതനൻ സപ്തസഞ്ജയ ജീവൻ സനകാദിഭിസേവൻ തത്വാർത്ഥബോധരൂപൻ സകല ജഗന്മയൻ സത്താമാത്രയനല്ലോ നിന്തിരുവടി നൂനം. നിന്തിരുവടിയുടെ ജഡരത്തിങ്കൽ നിത്യമന്തമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു. അങ്ങനെയുള്ള ഭവാൻ എന്നുടെ ജഡരത്തിൽ ഇങ്ങനെ വസിപ്പതിനെന്തു കാരണം പോറ്റി? ഭക്തന്മാർ വിഷയമായുള്ളൊരു പാരവശ്യം വ്യക്തമായി കാണായി വന്നു മുക്തയാമെനിക്കിപ്പോൾ. ഭദ്രപുത്രാർത്ഥകുല സംസാര ദുഃഖാംബുധു നിത്യമം നിമഗ്നയായ തീർത്ഥം ഭ്രമിക്കുന്നേൻ. നിന്നോടെ മകാമായ തന്നോടെ ബലത്തിനാൽ ഇന്നു നിൻ പാദാംബോജം കാൺമാനും യോഗം വന്നു. തൊൽക്കാരുണ്യത്താൽ നിത്യമുൾക്കാമ്പിൽ വസിക്കണമിക്കാണാകിയ രൂപം ദുഷ്കൃതമൊടുങ്ങുവാൻ. വിശ്വമോഹിനിയായ നിന്നുടെ മകാമായ വിശ്വശാമോഹിപ്പിച്ചിടയമാം ലക്ഷ്മീപദേ. കേവലം അലൗകികം വൈഷ്ണവമായ രൂപം, കേവലമലൗകികം വൈഷ്ണവമായ രൂപം ദേവേശ മറയ്ക്കണം മറ്റുള്ളവർ കാണും മുമ്പേ. ലാളനാശ്ലേഷാദ്യാനുരൂപമായൊരു ബാലഭാവത്തെ മമ കാട്ടേണം ദയാനിധേ. പുത്രവാത്സല്യ വ്യാജമായൊരു പരിചരണത്താലേ കടക്കേണം ദുഃഖ സംസാരാർണവം. ഭക്തി പൂണ്ടിത്തം വീണു വണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സലൻ പുരുഷോത്തമനരുൾ ചെയ്തു. മാതാവേ ഭവതിക്കെന്തിഷ്ടമാകുന്നതെന്നാൽ ഏതു മന്ദരമില്ല ചിന്തിച്ച വണ്ണം വരും. ദുർമതം വളർന്നോരു രാവണൻ തന്നെ കൊന്നു സമ്മോദം ലോകങ്ങൾക്കു വരുത്തിക്കൊള്ളുവാൻ മുന്നും. ബ്രഹ്മശങ്കര പ്രമുഖ അമര പ്രവീരന്മാർ നിർമ്മല പദങ്ങളാൽ സ്തുതിച്ച് സേവിക്കയാൽ മാനവവംശത്തിങ്കൽ നിങ്ങൾക്കു തനയനായി മാനുഷവേഷം പൂണ്ടു ഭൂമിയിൽ പിറന്നു ഞാൻ. പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്നോ ചിത്തത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം. പൂർവജന്മനി പുനരതു കാരണം ഇപ്പോൾ ഏവം ഭൂതകമായ വേഷത്തെ കാട്ടിത്തന്നു. ദുർലഭം മദർശനം മോക്ഷത്തിനായിട്ടുള്ളൂ നില്ലല്ലോ പിന്നെയൊരു ജന്മസംസാര ദുഃഖം. എന്നുടെ രൂപമിതം നിത്യവും ധ്യാനിച്ചുവൾ എന്നാൽ വന്നിടം മോക്ഷമില്ല സംശയമേതും. യാതൊരു മർത്തനിക നമ്മിലെ സംവാദമിതാദരാൽ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും സാധിക്കും അവനു സാരൂപ്യമെന്നറിഞ്ഞാലും. ചേതസി മരിക്കുമ്പോൾ മത്സ്മരണയുമുണ്ടാം ഇത്തരമരു ചെയ്തു ബാലഭാവത്തെ പൂണ്ടു സത്വരം കാലും കൈയും കുടഞ്ഞു കരയുന്നേ. ഇന്ദ്രനീലാഭ പൂണ്ട സുന്ദര രൂപൻ അരവിന്ദലോചനൻ മുകുന്ദൻ പരമാനന്ദാത്മാ.
ചന്ദ്രചൂടാരവിന്ദ മന്ദിര വൃന്ദാരക വൃന്ദ വന്ദിതൻ ഭുവി വന്നവതാരം ചെയ്ത നന്ദനുണ്ടായതെന്നാശു കേട്ടൂരു പങ്ക്തി സന്തനനത പരമാനന്ദകുലനായാൻ പുത്രജന്മത്തെ ചൊന്ന ഭൃത്യവർഗത്തിനെല്ലാം വസ്ത്രഭൂഷണാദ്യാഖിലാർത്ഥദാനങ്ങൾ ചെയ്ത പുത്രവക്ത്രാബ്ജം കണ്ടു തുഷ്ടനായി പുറപ്പെട്ടു ശുദ്ധമായി സ്നാനം ചെയ്തു ഗുരുവിൻ നിയോഗത്താൽ ജാതകർമ്മവും ചെയ്തു ദാനവും ചെയ്തു പിന്നെ ജാതനായത് കൈകേയീസുതൻ പിറ്റേ നാളും സുമിത്രാപുത്രന്മാരുണ്ടായതിരുവരും അമിത്രാന്തകൻ ദശരഥനും യഥാവിധി ചെയ്തു ജാതകർമ്മം ബാലന്മാർക്കെല്ലാവർക്കും പെയ്തിതു സന്തോഷം കൊണ്ട അശ്രുക്കൾ ജനങ്ങൾക്കും സ്വർണരത്നൗക വസ്ത്രഗ്രാമാദി പദാർത്ഥങ്ങൾ എണ്ണമില്ലാതോളം ദാനം ചെയ്തു ഭൂദേവാനാം വിണ്ണവർ നാട്ടിലുമുണ്ടായതു മഹോത്സവം കണ്ണുകളായിരവും തെളിഞ്ഞു മഹേന്ദ്രനും. നമസ്തേ. ബാലകാണ്ഡത്തിൽ നാമകരണം. സമസ്ത ലോകങ്ങളും ആത്മാമിവങ്കലേരുമെച്ചിടുന്നു നിത്യമെന്നോർത്തു വസിഷ്ഠനും ശ്യാമള നിറം പൂണ്ട കോമളകുമാരനോ രാമനെന്നോരു തിരുനാമവുമിട്ടാനല്ലോ ഭരണനിപുണനാം കൈകേയീ തനയനോ ഭരതനെന്നു നാമമരുളി ചെയ്തു മുനി. ലക്ഷണാന്യതനായ സുമിത്രാതനയനു ലക്ഷ്മണനെന്നു തന്നെ നാമവുമരുൾ ചെയ്തു. ശത്രുവൃന്ദത്തെ ഹനിച്ചിടുക നിമിത്തമായി ശത്രുഘ്നനെന്നു സുമിത്രാത്മജാവരജനം നാമധേയവും 4 പുത്രർക്കും വിധിച്ചേവം ഭൂമിപാലനം ഭാര്യമാരുമായി ആനന്ദിച്ച. നമസ്തേ. ബാലകാണ്ഡത്തിൽ ബാലലീല. സാമോദം ബാലക്രീഡാതൽപരന്മാരാം കാലം രാമലക്ഷ്മണന്മാരും തമ്മിലൊന്നിച്ചു വാഴും ഭരതശത്രുഘ്നന്മാരൊരുമിച്ചെല്ലാ നാളും മരുവീടുന്നു പായസംശാനുസാരവശാൽ കോമളന്മാരായൊരു സോദരന്മാരുമായി ശ്യാമള നിറം പൂണ്ട ലോകാഭിരാമദേവൻ കാരുണ്യാമൃത പൂർണാപാംഗ വീക്ഷണം കൊണ്ടും സാരസ്യാവ്യക്തവർണാലാപ പീയൂഷം കൊണ്ടും വിശ്വമോഹനമായ രൂപസൗന്ദര്യം കൊണ്ടും നിശേഷാനന്ദപ്രദദേഹമാർദ്ദവം കൊണ്ടും ബന്ധുകദന്താംബര ചുംബനരസം കൊണ്ടും ബന്ധുരദന്താങ്കുര സ്പഷ്ടഹാസാഭ കൊണ്ടും ഭൂതലസ്ഥിത പാദാബ്ജദ്വയയാനം കൊണ്ടും ചേതോമോഹനങ്ങളാം ചേഷ്ടിതങ്ങളെ കൊണ്ടും താതനും അമ്മമാർക്കും നഗരവാസികൾക്കും പ്രീതി നൽകിനാൻ സമസ്തേന്ദ്രിയങ്ങൾക്കുമെല്ലാം ഫാലദേശാന്തി സ്വർണാശ്വത്ത പർണാകാരമായി മാലേയമണിഞ്ഞതിൽ പറ്റിയിടും കുരളവും അഞ്ജനമണിഞ്ഞതി മഞ്ജുളതരമായ കഞ്ചനേത്രവും കടാക്ഷാവലോകനങ്ങളും കർണാലങ്കാരമണികുണ്ടലം മിന്നിടുന്ന സ്വർണദർപ്പണ സമഗണ്ഡമണ്ഡലങ്ങളും ശാർദൂലനകങ്ങളും വിദ്രൂമമണികളും ചേർത്തുടൻ
കാർത്തസ്വരമണികൾ മധ്യേ മധ്യേ കോർത്തു ചാർത്തിയിടുന്നൊരു കാണ്ടോദ്യോതവും മുത്തുമാലകൾ വനമാലകളോടും പൂണ്ട വിസ്തൃതോരസി ചാർത്തും തുളസി മാല്യങ്ങളാൽ നിസ്തുല പ്രഭ വത്സലാഞ്ജന ഭ്രമം ചേർത്തും അങ്കദങ്ങളും വലയങ്ങൾ കങ്കണങ്ങളും അങ്കുലീയങ്ങൾ കൊണ്ട് ശോഭിച്ച കരങ്ങളും കാഞ്ചന സദർശ പീതാംബരൂപരി ചാർത്തും കാഞ്ചികൾ നൂപുരങ്ങൾ എന്നിവ പലതരം അലങ്കാരങ്ങൾ പൂണ്ട സോദരന്മാരോടും ഒരലങ്കാരത്തെ ചേർത്താൻ ഭൂമി ദേവിക്കുനാഥൻ ഭർത്താവിൻ അധിവാസമുണ്ടായോരയോധ്യയിൽ പൊൽത്താർമാനിനി താനും കളിച്ചു വിളങ്ങിനാൾ ഭൂതലത്തിങ്കലെല്ലാം അന്നു തൊട്ടനുദിനം ഭൂതിയും വർത്തിച്ചതു ലോകവും ആനന്ദിച്ചു. നമസ്തേ. ബാലകാണ്ഡത്തിൽ ബാല്യവും കൗമാരവും. ദമ്പതിമാരെ ബാല്യം കൊണ്ടേവം രഞ്ജിപ്പിച്ചു സംപ്രതി കൗമാരവും സംപ്രാപിച്ചതുമല്ലേ വിധി നന്ദനായ വശിഷ്ഠ മഹാമുനി വിധിപൂർവകമുപനിച്ചതു ബാലന്മാരെ ശ്രുതികളോടുപനരംഗങ്ങളുപാംഗങ്ങൾ പുനരംഗങ്ങളുപാംഗങ്ങൾ സ്മൃതികളുപസ്മൃതികളും അശ്രമമെല്ലാം പാഠമായതോ പാർത്താൽ എന്തൊരത്ഭുതമവ പാടവമേറും നിജശ്വാസങ്ങൾ തന്നെയല്ലോ. സകല ചരാചര ഗുരുവായ് മരുവീടം ഭഗവാൻ തനിക്കൊരു ഗുരുവായ് ചമഞ്ഞിടം സഹസ്രപദ്രോത്ഭവപുത്രനാം വശിഷ്ഠന്റെ മഹത്വമേറും ഭാഗ്യമെന്തു ചൊല്ലാവതോർത്താൽ ധനുർവേദാംഭൂനിധി പാരകന്മാരായി വന്നു തനയന്മാരെന്നതു കണ്ടോരു ദശരഥൻ മനസ്സിൽ വളർന്നൊരു പരമാനന്ദം പൂണ്ട് മുനിനായകനെയും ആനന്ദിപ്പിച്ചു നന്നായി ആമോദം വളർന്നുള്ളിൽ സേവകഭാവം. രാമലക്ഷ്മണന്മാരും കൈക്കൊണ്ടാരതുപോലെ കോമലന്മാരായമേവും ഭരതശത്രുഘ്നന്മാർ സ്വാമി പ്രത്യഗഭാവം കൈക്കൊണ്ടാരനുദിനം. രാഘവനതുകാലമേകഥാ കൗതുകലാൽ വേഗമേറിയിടുന്നോരു തുരകരത്നമേറി പ്രാണസംമിതനായ ലക്ഷ്മണനോടം ചേർന്നു ബാണതൂണീരഗർഗാദ്യായുധങ്ങളും പൂണ്ടു കാനനദേശേ നടന്നിടിനാൻ നായാട്ടിനായി. കാണായ ദുഷ്ടമൃഗസഞ്ചയം കൊല ചെയ്താൻ ഹരിണകരി കരി കരടി കിടികിരി കരി ശാർദൂലാദികൾ അമിത വന്യമൃഗം വധിച്ചു കൊണ്ടുവന്ന ജനകൻ കാൽക്കൽ വെച്ച് വിധിച്ച വണ്ണം നമസ്കരിച്ചു വണങ്ങിനാൻ. നിത്യവും ഉഷസ്തുഷസ്തുദ്ധമായ കുളിച്ചൂത്തു ഭക്തി കൈക്കൊണ്ടു സന്ധ്യാവന്ദനം ചെയ്ത ശേഷം നിത്യവും ഉഷസ്തുഷസ്തുദ്ധമായ കുളിച്ചൂത്തു ഭക്തി കൈക്കൊണ്ടു സന്ധ്യാവന്ദനം ചെയ്ത ശേഷം ജനകജനനിമാർ ചരണാംബുജം വന്ദിച്ചനുജനോടം ചേർന്നു പൗരകാര്യങ്ങളെല്ലാം ചിന്തിച്ചു. ദണ്ഡനീതി നീങ്ങാതെ ലോകം തങ്കൽ സന്തതം രഞ്ജിപ്പിച്ചു ധർമ്മപാലനം ചെയ്തു ബന്ധുക്കളോടും ഗുരുഭൂതന്മാരോടും ചേർന്നു
സന്തുഷ്ടാത്മനാമൃഷ്ടഭോജനം കഴിച്ചതാ. ധർമ്മശാസ്ത്രാദി പുരാണ ഇതിഹാസങ്ങൾ കേട്ടു നിർമ്മല ബ്രഹ്മാനന്ദലീന ചേതസാ നിത്യം. പരമൻ പരാപരൻ പരബ്രഹ്മാജ്ഞൻ പരൻ പുരുഷൻ പരമാത്മാ പരമാനന്ദമൂർത്തി ഭൂമിയിൽ മനുഷ്യനായ അവതാരം ചെയ്ദേവം ഭൂമി പാലക വൃത്തി കൈക്കൊണ്ടു വാണിടിനാൻ. ചേതസാ വിചാരിച്ചു കാൺകിലോ പരമാർത്ഥമേതുമേ ചെയ്യുന്നോനല്ലില്ലല്ലോ വികാരവും ചിന്തിക്കിൽ പരിണാമമില്ലാതൊരാത്മാനന്ദമെന്തൊരു മഹാമായ വൈഭവം ചിത്രം ചിത്രം. നമസ്തേ. ബാലകാണ്ഡത്തിൽ അടുത്ത ഭാഗം യാഗരക്ഷ തുടരും നാളെ. ഓം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസി രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. പൂർവം രാമതപോവനാദിഗമനം ഗത്വാ മൃഗം കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലേ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരിദാഹനം പശ്ചാദ്രാപണ കുംഭകർണ നിധനം ഏതത്തി രാമായണം. ഭയകരമംഗള ദശരഥ രാമ ജയ ജയ മംഗള സീതാരാമ. മംഗളകര ജയ മംഗള രാമ സംഗത ശുഭ വിഭവോദയ രാമ. ആനന്ദാമൃത വർഷക രാമ ആശ്രിത വത്സല ജയ ജയ രാമ. രഘുപതി രാഘവ രാജാ രാമ പതിത പാവന സീതാരാമ. രഘുപതി രാഘവ രാജാ രാമ പതിത പാവന സീതാരാമ. മംഗളം രാമചന്ദ്രായ മഹനീയ ഗുണാബ്ദയേ ചക്രവർത്തി തനൂജായ സർവഭൗമായ മംഗളം. മംഗളം സത്യപാലായ ധർമ്മ സംസ്ഥിതി ഹേതവേ സീതാമനോഭിരാമായ രാമചന്ദ്രായ മംഗളം. നമസ്തേ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ വൈകുണ്ഠം ഭാഗവതാമൃതം എന്ന ഈ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലും ഓണാക്കിയാൽ എല്ലാ ദിവസവും രാമായണവും അതുപോലെ എല്ലാ ദിവസവും 10 മിനിറ്റ് നേരം ശ്രീമദ് ഭാഗവതം വരികൾ സഹിതം പാരായണം ചെയ്യുന്നു. അതുപോലെ ദേവി മഹാത്മ്യവും മലയാളത്തിലുള്ള ദേവി മഹാത്മ്യവും നാരായണീയവും പാരായണം ചെയ്യുന്നു. നമസ്തേ.